നമ്മുടെ മുഖ്യമന്ത്രി ആര് എന്ന കാത്തിരിപ്പിൽ ആകാംക്ഷയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തൊക്കെ തന്നെ ഈ ക്ലൈമാക്സിലും ഈ സസ്പെൻസ് നിലനിർത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. മിനിറ്റുകൾ എണ്ണി കാത്തിരിക്കുന്ന കേരളത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന നിയമസഭാ കക്ഷിയോഗം വൈകാൻ പോകുന്നു. കെ.സി. വേണുഗോപാൽ വീണ്ടും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലും നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും വൈകിട്ട് 4 മണിക്ക് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തും. വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തെ വസതിയിൽ തുടരുന്നു. എന്താണ് ഈ അവസാന നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയിലെ കൂടിയാലോചനകളിൽ ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം നിശ്ചയിച്ചതെങ്കിൽ അത് വീണ്ടും വൈകാൻ പോകുന്നു. കാരണം ദീപാദാസ് മുൻഷി അടക്കമുള്ള കേന്ദ്ര നേതാക്കളുടെ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് വൈകിട്ട് 4 മണിക്കാണ്. ചാർട്ടേഡ് വിമാനത്തിലാണ് അവർ വന്നിറങ്ങാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വരാൻ പോകുന്നത്. നിയമസഭാ കക്ഷി യോഗം ചേരാൻ പോകുന്നതും അതിനുശേഷം. എന്തൊക്കെ നാടകീയമായ സംഭവവികാസങ്ങളാണ് തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ ഇന്ദ്രപ്രസ്ഥത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ വിനീത വിജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അതോടൊപ്പം ബൽറാം നെടുങ്ങാടിയും വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, കന്റോൺമെന്റ് ഹൌസിന് മുന്നിൽ നിന്ന് ആർ ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തലയുടെ വസതിക്ക് മുന്നിൽ നിന്നും ഷഫീദ് റാവുത്തർ എന്നിവർ നമ്മളോടൊപ്പം ചേരുകയാണ്. വിനീത, ഡൽഹിയിൽ അവസാനവട്ട കൂടിക്കാഴ്ചകളുടെ തിരക്കായിരുന്നു പോയ മണിക്കൂറിൽ. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണല്ലോ. എപ്പോഴാണ് അവർ പുറപ്പെടുക? ചാർട്ടേഡ് വിമാനത്തിലാണല്ലോ അവർ തിരുവനന്തപുരത്ത് എത്തുന്നത്. കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പുതിയ എന്തെങ്കിലും ഫോർമുലയുമായിട്ടാണോ ഹൈക്കമാൻഡ് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നത്? തീരുമാനമായിട്ടുണ്ടോ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ? ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ? സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ്. ഇവിടെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് അതിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടിക്കാഴ്ചയ്ക്കായി കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഒരു നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കൂടിക്കാഴ്ചയ്ക്കായി കെ.സി. വേണുഗോപാലിന് ലഭിക്കുന്നത്. തുടർന്ന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് വാഹനമെടുത്തത്. നേരെ ആ വാഹനത്തിൽ കെ.സി. വേണുഗോപാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുകയും വാഹനം പിന്നാലെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. കൂടിക്കാഴ്ച ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പിന്നാലെ വാഹനം ഇപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ കൂടിക്കാഴ്ച അവസാനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി കെ.സി. വേണുഗോപാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗേറ്റിന് മുന്നിലൂടെ പുറത്തേക്ക് ഇറങ്ങും. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാവുന്നതാണ്. ഇന്നത്തെ ദിവസത്തോളം സംബന്ധിച്ച ജിക്ക് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച തന്നെയാണ് ഈ കെ.സി. വേണുഗോപാലും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിൽ നടന്ന ഈ കൂടിക്കാഴ്ച. നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. പ്രഖ്യാപനത്തിന് മുൻപ് രാഹുൽ ഗാന്ധി തന്നെ ഈ 3 നേതാക്കളെയും വി.ഡി. സതീഷിനെയും ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ നേതൃത്വം നേരിട്ട് വിളിച്ച ആശയവിനിമയം നടത്തിയേക്കുമെന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായി കെ.സി. വേണുഗോപാൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് കരുതാൻ കഴിയില്ല. എങ്കിലും ഈ അവസാന നിമിഷം കെ.സി. വേണുഗോപാലിന് രാഹുൽ ഗാന്ധി വസതിയിൽ വിളിച്ച് ചർച്ച നടത്തുന്നത് ഒരു അനുനയ ചർച്ചയാണോ? മറ്റൊരാളെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചതിൽ ആ കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ഒരിക്കൽ കൂടി പരിഗണിക്കുക എന്നതുമാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഈ കൂടിക്കാഴ്ചയ്ക്കിടെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ജിക്ക് അത് തന്നെയാണ്. ഇന്നലെ അത്തരത്തിലേക്കുള്ള ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെയോ കെ.സി. വേണുഗോപാലുമായി സംസാരിച്ചേക്കും. ഒരുപക്ഷെ അനുനയത്തിനുള്ളൊരു സാധ്യത ഉണ്ടെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ പിന്നാലെ തന്നെ കെ.സി. വേണുഗോപാലിന്റെ ഓഫീസ് ആ വാർത്തകൾ തള്ളുകയും ചെയ്തു. ഖർഗെ അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു അനുനയം ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു വിവരമാണ് ഓഫീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് ആയതുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങൊന്നും സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ജിക്ക് പറഞ്ഞ ആ സാധ്യത നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ കഴിയാത്തത് തന്നെയാണ്. നമുക്ക് ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു അനുനയം അത് ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് ആരൊക്കെ ആയിട്ടായിരിക്കും ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് തന്നെയാണ് അറിയേണ്ടത്. 3 നേതാക്കളും അന്തിമഘട്ടത്തിലേക്കും എത്തിയപ്പോഴും വലിയ ചർച്ചകൾ ഒടുവിലേക്ക് എത്തിയപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിലൊരു പക്ഷേ കെ.സി. വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതെങ്കിൽ ഉറപ്പായും വി.ഡി. സതീഷിനും
രമേശ് ചെന്നിത്തലയും അനുനയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവർക്കൊരു പക്ഷേ പ്രത്യേക പാക്കേജ് അവർക്കായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറിച്ചാണെങ്കിൽ കെ സിക്ക് അത്തരത്തിലേക്ക് ഒരു പാക്കേജ് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിനെ അനുനയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായുള്ള ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനാണ് കെ സി വേണുഗോപാൽ. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചൊടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിന് കഴിയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തന്നെയായിരിക്കും ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കായിരിക്കും തന്നെ എത്തുക. ഏതാണെങ്കിലും നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ കഴിയും. നിയമസഭാ കക്ഷി യോഗത്തിൽ അത്തരത്തിലേക്കുള്ള സ്ഥിരീകരണങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാലും അതിന് തൊട്ട് മുൻപായി നടന്ന നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടിട്ട് ഇപ്പോഴും ആ കൂടിക്കാഴ്ച തുടരുന്നുവെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ജി കെ വിനീത, ഇന്ന് വൈകിട്ട് 4 മണിക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 4 മണിക്ക് എത്തുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ നിന്ന്. കേന്ദ്ര നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസ്നിക് ഉണ്ട് അതിൽ, അതുപോലെ തന്നെ അജയ് മാക്കനുണ്ട്, AICC ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുണ്ട്. അതുകൂടാതെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഒരു നേതാവ് കൂടി, സൂര്യകാന്ത് ദസ്മാന കൂടി കേരളത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല KC വേണുഗോപാൽ ഈ പ്രത്യേക വിമാനത്തിൽ ഉണ്ടാകില്ല എന്ന വിവരവും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ വിനീത? ദിലീപ് കുമാർ, ചാർട്ടേഡ് വിമാനം ഇന്ന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അതിൽ നിരീക്ഷകരടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലും അവർക്കൊപ്പം ആ വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര ചാർട്ടേഡ് വിമാനത്തിൽ ഉണ്ടായേക്കില്ല എന്ന തരത്തിലുള്ള ചില സൂചനകളുണ്ട്. അക്കാര്യങ്ങളിലേക്കടക്കം നമുക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്, ഒരു സ്ഥിരീകരണം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ദീപാദാസ് മുൻഷി കേരളത്തിലേക്കുള്ള യാത്ര ഇനിയും തിരിച്ചിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരും ഇപ്പോഴും ഡൽഹിയിൽ തന്നെയാണ് തുടരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ദീപാദാസ് മുൻഷി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.